രാമായണ മാസമായ കർക്കിടകത്തിൽ അപൂർവ രാമായണങ്ങളുമായി തൃശൂരിൽ ഒരു വ്യത്യസ്ത രാമായണ പ്രദർശനം. വിവിധ ഭാഷകളിൽ ഉള്ളതടക്കം 227 രാമായണങ്ങൾ സ്വന്തമായുള്ള കണ്ണൂർ സ്വദേശി മണത്തല പത്മനാഭനാണ് വേറിട്ട രാമായണ പ്രദർശനം സംഘടിപ്പിച്ചത്. എങ്ങും രാമായണ പാരായണങ്ങളും രാമനാമ സ്തുതികളും മുഴങ്ങുന്ന കർക്കിടകത്തിൽ രാമായണത്തിന്റെ വേറിട്ട ശേഖരം തൃശൂരിൽ അവതരിപ്പിക്കുകയാണ് കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി മണത്തണ പത്മനാഭൻ. ലോകത്തിലാദ്യമായാണ് ഇത്രയും രാമായണ ശേഖരങ്ങൾ ഒരാൾ അവതരിപ്പിക്കുന്നത്. രാമായണ സന്ദേശ പ്രചാരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത് 227 രാമായണങ്ങളാണ്. വിവിധ ഭാഷകളിലുള്ള വിവിധ രാമായണങ്ങൾ, ആൽബങ്ങൾ, ചാർട്ടുകൾ, താളിയോലകൾ, ഭാഷാരാമായണങ്ങൾ തുടങ്ങി വിപുലമായ ശേഖരം തന്നെ കൈവശമായുണ്ട്. രാമായണങ്ങളെപ്പറ്റി പഠിക്കുക, രാമായണ മഹത്വം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞ ഒരു 15 വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു ദൗത്യമാണ് രാമായണം സംഘടിപ്പിക്കൽ. അപ്പോൾ രാമായണത്തെപ്പറ്റി ഒരു ആദ്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയത് 3000-ഓളം വേർഷൻ ഉണ്ട് രാമായണത്തിൽ നിന്ന്. ലോകത്തിലെ പല ഭാഷകളിൽ പല രാജ്യങ്ങളിലായിട്ട് രാമായണ മഹത്വം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള ജനതക്ക് അല്ലെങ്കിൽ മലയാളത്തിലെ രാമായണ വായനക്കാർക്ക് ആകെ അറിയാവുന്ന ഒരു രാമായണം ആധ്യാത്മ രാമായണം മാത്രമാണ്. അതിൽ കൂടുതൽ മറ്റ് രാമായണങ്ങളുണ്ട് എന്ന് കേരളത്തിലെ അറിയാത്തവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ രാമായണം കളക്ഷൻസ് തുടങ്ങിയത്. തൃശ്ശൂരിൽ സംഘടിപ്പിച്ച അയ്യാഗുരു അനുസ്മരണത്തിന്റെ ഭാഗമായാണ് വേറിട്ട പ്രദർശനം സംഘടിപ്പിച്ചത്. ആധ്യാത്മ രാമായണമാണ് നാം പൊതുവെ കാണാറുള്ളതെങ്കിലും ഈ പ്രദർശനത്തിൽ മുത്തശ്ശി രാമായണം, സമ്പൂർണ്ണ രാമായണം, വാത്മീകി രാമായണം, രാമായണ കഥാമൃതം, ആശ്ചര്യ രാമായണം, അദ്ഭുത രാമായണം, വയനാടൻ രാമായണം, ഇശൽ രാമായണം, വസിഷ്ഠ രാമായണം അങ്ങനെ നീളുന്നു രാമായണ അദ്ഭുതങ്ങൾ. മാപ്പിള രാമായണം ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, ഗുജറാത്തി, നേപ്പാളി ഭാഷകളിലുള്ള രാമായണ ശേഖരങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ജൈന രാമായണത്തിൻ്റെ കഥയിൽ അല്പസ്വല്പ വ്യത്യാസമുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും രാവണനും എല്ലാം തന്നെയാണ്. അല്പസ്വല്പം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ജൈന രാമായണത്തിൽ രാവണനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്, രാമനല്ല. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുള്ള രാമായണങ്ങൾ കൂടി ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ധാരാളമുണ്ട്. ജാപ്പാനിലുണ്ട്, ലാവോസിലുണ്ട്, അങ്ങനെ ധാരാളം ചൈനയിലുണ്ട്, ടിബറ്റിലുണ്ട്, നേപ്പാളിലുണ്ട്. നേപ്പാളി രാമായണം എൻ്റെ ഉണ്ട്. വിദേശ രാമായണങ്ങളും കൂടി അല്പസ്വല്പമെല്ലാം ഞാനിങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കിട്ടും. ശ്രീലങ്കൻ രാമായണമുണ്ട്. ശ്രീലങ്കയിൽ രാമായണത്തിനെ പറ്റിയുള്ള കഥകളുണ്ട്. അതാണ് രാമായണത്തെ പറ്റിയിട്ട് ഒരു അന്വേഷിക്കാനും രാമായണം സംഘടിപ്പിക്കാനും അങ്ങനെ രാമായണം കളക്ട് ചെയ്യാനും തീരുമാനിച്ചതും അത് നടപ്പിൽ വരുത്തിയതും. രാമായണത്തോട് അടങ്ങാത്ത കമ്പമാണ് പത്മനാഭൻ നായർക്ക്. അതോടൊപ്പം തന്നെ രാമനോട് ഏറെ ഭക്തിയും ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 227 രാമായണങ്ങൾ ഇദ്ദേഹം ശേഖരിച്ചത്. ഇനിയും രാമായണങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് പത്മനാഭൻ നായർ. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.